ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയർ ആയിട്ടുള്ളൊരു ഗ്ലാം ലുക്കാണ് കേട്ടോ. ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഗ്ലാം ആയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലുക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് ഇത്തിരി മാറ്റാണ്. അപ്പോൾ ഇത്തിരി ഡ്രൈയിങ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ബയോട്ടിക്കിൻ്റെ ലിപ് ബാം എടുത്തിട്ട് നമ്മൾ ലിപ്സ് നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ മംസ് കോൻ്റെ ബ്രാൻഡിൻ്റെ നാച്ചുറൽ വീറ്റ റിച്ച് ഫേസ് ക്രീം എടുത്തിട്ട് അത് നന്നായി നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ NYBയുടെ ഒരു ബ്ലറിങ് പ്രൈമർ എടുത്തിട്ട് എൻ്റെ ഫേസിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി പോഴ്സൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ നോസിൻ്റെ സൈഡിലും ഫോർഹെഡിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫുൾ ഫേസിലായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഈവൻ ഫിനിഷ് കിട്ടും കേട്ടോ പ്രൈമർ, സ്പെഷ്യലി ബ്ലറിങ് ആയിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്താൽ. ഞാൻ എൻ്റെ ഒരു 2 ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഫിറ്റ്മിയുടെ മാറ്റ് പ്ലസ് പോർലെസും പിന്നെ റിമെൽ ലണ്ടൻ്റെ ലാസ്റ്റിംഗ് റേഡിയൻസ് എന്ന് പറഞ്ഞ 2 ഫൗണ്ടേഷൻ എടുത്തിട്ട് അത് രണ്ടും കൂടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ റിമെൽ ലണ്ടൻ്റെ ഫൗണ്ടേഷൻ വന്നത് ഇത്തിരി ഡാർക്കായി പോയി. അപ്പോൾ ഞാനത് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് എൻ്റെ ഒരു ഷെയ്ഡാക്കി എടുത്തിട്ട് ഞാനതൊന്ന് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഷെയ്ഡ് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഷെയ്ഡ് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റ് ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിലൊന്ന് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് കോമ്പിനേഷനാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം നമുക്ക് നല്ലൊരു മാറ്റ് ഫൗണ്ടേഷനും നല്ല ഡ്യൂയി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനും. അപ്പോൾ അതിൻ്റെ നടുക്കിലുള്ളൊരു ഫിനിഷ് കിട്ടുന്നുണ്ട്. നല്ല ഗ്ലോയി ആണ്, എന്നാൽ അത്ര അധികം ഭയങ്കര ഓയിലി ആവില്ല ഫേസ്. എൻ്റെ ഇത്തിരി ഓയിലി ഫേസാണ്, അതുകൊണ്ട് എനിക്ക് ഈ കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ. ഞാൻ എൻ്റെ ഒരു വെറ്റ് സ്പഞ്ച് എടുത്തിട്ട് നന്നായി എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിലറി റോദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൺസീലർ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലും നമ്മുടെ ഫോർഹെഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ ഐ പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്കൊരു നല്ല ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി നമ്മുടെ ഐലിഡുമേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാക്മേയുടെ റോസ് പൗഡർ എന്ന് പറഞ്ഞൊരു ലൂസ് പൗഡർ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി അണ്ടർ ഐസൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തല്ലോ, അപ്പോൾ അത് ക്രീസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഷുഗറിൻ്റെ കോൺടൂർ പാലറ്റ് എടുത്തിട്ട് എൻ്റെ ഫേസ് നന്നായി ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി ചീക്സിൻ്റെ അടിയിലും നമ്മുടെ ജോ ലൈൻ്റെ അവിടെയൊക്കെ നമുക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിന്നൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മെയിൻലി നമ്മുടെ ചീക്കിൻ്റെ അടിയിലും പിന്നെ ജോ ലൈൻ്റെ അവിടെയും പിന്നെ ഫോർഹെഡിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങളുടെ വലിയ ഫോർഹെഡാണ്, നല്ല വലിയ ഫോർഹെഡാണ്, നമ്മുടെ ഹെയറൊക്കെ ഇത്തിരി ബാക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി കോൺടൂർ ചെയ്താൽ നമ്മുടെ ആ ഒരു ഇത് ഒന്ന് കുറഞ്ഞും കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്ലഷ് ഉപയോഗിച്ചിട്ട് നന്നായി എൻ്റെ ചീക്സ് ഒന്ന് നന്നായി ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ആദ്യം വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. ബ്ലഷ് അപ്ലൈ ചെയ്ത് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചീക്സ് നല്ല ഫുള്ളായിട്ടുള്ള ചീക്സ് ആണെങ്കിൽ ജസ്റ്റ് ബാക്ക് ഭാഗത്ത് നമ്മുടെ ഹെയർ ലൈൻ്റെ അടുത്തായിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നടുക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ചീക്ക് ഉള്ളൊരു ഇല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്നത് അനസ്തേഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമ്മൾ ഹൈലൈറ്റർ എടുക്കുകയാണ്. അതിലൊരു 6 ഹൈലൈറ്റേഴ്സ് ഉണ്ട്. അതിലത്തെ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറായിട്ടുള്ളൊരു ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ നന്നായി എൻ്റെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂഷ്വലി ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോസ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐബ്രോ ഫില്ലർ എടുത്തിട്ട് നന്നായി എൻ്റെ ഐബ്രോസ് ഒന്ന് വരച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് അങ്ങനെ ചെയ്ത് കറക്റ്റാക്കി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐ മേക്കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അത് നമ്മൾ നന്നായി നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐ മേക്കപ്പ് ചെയ്താലും നമ്മൾ ഐബ്രോസ് സെറ്റ് അല്ലെങ്കിൽ അത് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ആ ബ്രഷ് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ബ്രഷ് ഉണ്ട് അതുകൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് 2 ഇയറിങ്സ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും വലിയ ഡാർക്കായിട്ടുള്ള കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഐലിഡ്സിന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഐ ഷാഡോ പാലറ്റ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്, അത് നല്ല സൂപ്പറാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് എൻ്റെ ക്രീസ് ലൈൻ ഉണ്ടാവില്ലേ, നമ്മുടെ കണ്ണിൻ്റെ ക്രീസ് ലൈനിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു കളർ വരുന്ന വിധത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ പാലറ്റിൽ നിന്ന് ഒരു റെഡിഷ് കളറുണ്ട്, അതിൽ റെഡിഷ് ആയിട്ടുള്ള കളർ
അതെടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസ് ലൈൻ ഒന്നുകൂടി നല്ലൊരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ജാക്ലിൻ ഹില്ലിൻ്റെ ഒരു പാലറ്റ് ഉണ്ട്. അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ വി ഭാഗത്തില്ല അവിടെ മാത്രം എൻ്റെ ബ്ലാക്ക് ഷാഡോ എടുത്തിട്ട് നന്നായി അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ഒരു വൈറ്റ് കളർ ഒരു ഷാഡോ ഉണ്ട്, ഐവറി ആയിട്ടുള്ളൊരു കളറായിട്ടുള്ളൊരു ഷാഡോ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഫസ്റ്റ് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ടിയർ ഡക്റ്റ് തൊട്ടിട്ട് നമ്മൾ ആ ബ്ലാക്ക് അപ്ലൈ ചെയ്തത് വരെ ഒരു ഐലിഡ്സിൻ്റെ ഒരു മുക്കാൽ ഭാഗം അപ്ലൈ ചെയ്തിട്ട് നന്നായി അതിൻ്റെ ഒരു ക്രീസ് കട്ട് ചെയ്യാന്നൊക്കെ പറയും, നമ്മൾ കട്ട് ക്രീസ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് ചെയ്തിട്ട് ഞാൻ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കൈകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ നല്ലോണം പ്രോഡക്റ്റ് നിൽക്കും. അത് ചെയ്തിട്ട് ഞാൻ നന്നായി ഒന്നുകൂടിയും അത് ക്രീസ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഞാനതൊന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ബ്ലാക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്സൈഡ് ഭാഗം നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് നന്നായി ഡാർക്ക് ചെയ്തിട്ട് നന്നായി അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് ആ വൈറ്റും ബ്ലാക്കും നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഹാർഷ് ലൈൻ അവോയ്ഡ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ എൻ്റെ ഫേവറേറ്റ് ലൈനറാണ്. ഇതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ചെയ്യാൻ പഠിച്ചത്, കണ്ണ് ലൈൻ ചെയ്യാൻ പഠിച്ചത്. അത് നന്നായി ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണൊന്ന് നന്നായി എഴുതി കൊടുക്കുന്നുണ്ട്. ഇത്തിരി തിക്കായിട്ട് തന്നെയാണ് എഴുതി കൊടുക്കാറ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് പൊതുവെ അങ്ങനെയാണ് ഇഷ്ടം. എൻ്റെ കണ്ണിന് അതാണ് ഭംഗി. അപ്പോൾ ഞാൻ അതുപോലെ നന്നായി ഡാർക്കായിട്ട് തന്നെ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ആ ഡാർക്ക് കളർ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും കണ്ണിൻ്റെ മുകളിൽ ചെയ്യുന്ന അതേ കളേഴ്സ് അടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക, എന്നാലും നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു മേക്കപ്പ് ഫുള്ളായ പോലെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ ആണ്, അതെടുത്തിട്ട് നന്നായി എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ണിന് നല്ലൊരു ഉണർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നന്നായി അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി അതൊന്ന് എൻ്റെ ഐബ്രോസിൻ്റെ അടിയിലായിട്ടും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നന്നായി അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാര എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായി കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫാൾസ് ഐലാഷസ് ഒക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് കേൾ ചെയ്ത് കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് ലൈനർ എടുത്തിട്ട് ബ്ലൂ ഹെവൻ്റെ തന്നെയാണ് വൈറ്റ് ലൈനർ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ വാട്ടർ ലൈൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിന് നല്ലൊരു ഓപ്പൺനെസ് കിട്ടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അത്. കോൺജോർ പാരീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ് ബാം എന്ന് പറഞ്ഞൊരു ലിപ് പെൻസിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ലൈൻ ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡാർക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബർഗണ്ടി കളറാണ്. അത് വെച്ചിട്ട് നന്നായി എൻ്റെ ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ പാർട്ടി മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വിചാരിക്കുന്നു. നല്ലൊരു ഗ്ലാം ആയിട്ടുള്ളൊരു ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ലൊരു നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കും നമ്മുടെ ഐ ഷാഡോ ആയാലും നല്ലൊരു ഭംഗിയുള്ളൊരു ഐ ഷാഡോ നല്ലൊരു പോപ്പ് ആയിട്ടുള്ള കളറൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ലുക്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പാർട്ടിക്കൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ലൈക്ക് അടിച്ച് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ അടിയിൽ ലിങ്ക് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.